ഹേ ആൾ, അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ജൊഹാൻ പോളാണ്. നമ്മൾ ഒരു മിടുമിടുക്കനാണ്. ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലൊക്കെ കയ്യിലാക്കി നല്ല മിടുക്കനായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹായ് ജൊഹാൻ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ടിരിക്കുന്നു. കുറേ നാൾക്ക് ശേഷം നോക്കൂ, ബ്രില്യൻറ്റിലേക്ക് തിരിച്ചു വന്നു അല്ലേ? റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു അല്ലേ മോൻ? അതെ അതെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? +2 ഒപ്പം തന്നെ റെസിഡൻഷ്യൽ ബാച്ചും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പോലെ അല്ലല്ലോ. +1 ആൻഡ് +2 എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ബാച്ച് ആകുമ്പോൾ തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലോകമാണ്. വളരെ നന്നായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ആ ഒരു പുതിയ സെറ്റ് ഓഫ് ചാലഞ്ചസ്. ഇറ്റ്സ് നൈസ് ടു ഡു ഇറ്റ്. യെസ്. അപ്പോൾ ഇവിടുത്തെ ത്രൂ ഔട്ട് ദ ജേണി കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ഫാമിലി അതുപോലെ കുറേ പേരുണ്ടാവും. അപ്പോൾ ആരൊക്കെ ആണ് കൂടുതൽ മോന് എടുത്തു പറയാനുള്ളത്? എനിക്ക് മെയിൻലി എൻ്റെ പേരൻസും എൻ്റെ അനിയത്തിയും ഇവരിവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരാണ് റീസ്റ്റാർട്ട് ചെയ്യാനും ഒരു കാം ഡൗൺ ചെയ്യാനൊക്കെ സഹായിക്കുന്ന അവരാണ്. പിന്നെ അതുകൂടാതെ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ്, എസ്പെഷ്യലി ക്ലാസ് ടീച്ചർ ആയാലും കോർഡിനേറ്റേഴ്സ്, പിന്നെ ഓരോ സബ്ജക്റ്റ് എടുക്കാൻ വരുന്ന ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ഉള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യം വരുന്നാലും മോട്ടിവേഷൻ ആണെങ്കിലും എല്ലാത്തിനും അവർ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ റാങ്ക് ഏതൊക്കെയാണ് കൂടുതൽ കിട്ടിയത്? ഞാൻ 2 പരീക്ഷ ചെയ്തിരുന്നു, JEE JEE അഡ്വാൻസും. JEE 8315, JEE അഡ്വാൻസിൽ 4138 ആയിരുന്നു. അപ്പോൾ അഡ്മിഷൻ നോക്കിയിട്ടുണ്ടാവുമല്ലോ? അപ്പോൾ അഡ്മിഷൻ നോക്കിയായിരുന്നു. ഇപ്പോൾ ജോസയുടെ കൗൺസിലിംഗിൽ 4 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആസ് ഓഫ് ടുഡേ. അതിനകത്ത് ഇപ്പോൾ റൈറ്റ് നൗ IIT ഹൈദരാബാദ് മെക്കാനിക്കൽ കോഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള കോഴ്സാണല്ലോ. അതെ അതെ. ഓക്കെ. അപ്പോൾ പാരൻസിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഇത്രയും നാളത്തെ ഒരു ജേണി നമുക്കറിയാം, കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ഭയങ്കര ടഫ് ജോബായിരിക്കും, ശരിക്കും ഓവർലോഡ് ചെയ്യുന്നതാണ്. അവന് കളിക്കാൻ പറ്റുന്ന സമയത്ത് കളിച്ചോട്ടെ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചോട്ടെ, അങ്ങനെയുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ എപ്പോഴുണ്ട്. അമ്മ നേരെ തിരിച്ച് അവൻ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ബാക്കിയുള്ള പിള്ളേർ വെളിയിൽ കളിക്കുമ്പോഴും ഇവനെടുത്ത് പഠിക്കാനുള്ളൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഇവൻ എങ്ങനെ പഠിച്ചു എന്നുള്ള അറിയില്ല, പക്ഷേ ഡെയിലി 1 മണിക്കൂറോളം ഇവൻ ഫോണിൽ സംസാരിക്കും. അതവന് മസ്റ്റാണ്. അതൊരു ഞങ്ങൾക്കൊരു കണക്ഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദുബായിലാണ് ഉള്ളത്. അപ്പം അവിടുത്തെ ഒരു 6:30 പോലെ ഞങ്ങളെല്ലാവരും ഫ്രീ ആണ്. 6:30 to അതിൻ്റെ കോള് കട്ട് ചെയ്യുന്നവരെ, അച്ഛൻ പുറകിൽ വടിയായിട്ട് വരുന്നവരെ ഇതിൻ്റെ കോൾ ഉണ്ടാവും. അപ്പോൾ അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ടായത്. അപ്പം ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ അവൻ പറയും, ഓരോ ദിവസത്തെയും ടെൻഷനുകൾ പറയും. അപ്പം നമ്മളൊക്കെ പറഞ്ഞൊന്ന് കോംപ്രമൈസ് ചെയ്തങ്ങ് വിടും. ചെറുക്കൻ പിന്നെ ഫ്രീ ആവും. പക്ഷേ ഈ ഇതുപോലുള്ള കോഴ്സിന് ഇപ്പം പോകുമ്പോൾ എപ്പോഴും ഒരുപാട് വർക്കുകൾ ചെയ്ത് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പം അവരവരുടെ ഒരു ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ സമയം കിട്ടുന്നു, അല്ലെങ്കിൽ ശരിക്കും കളിക്കേണ്ട സമയമല്ലേ. പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ അത് ചെയ്തില്ലേ അങ്ങനെയുള്ളൊരു ചെറിയൊരു ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാവും. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇവന് നിർബന്ധമായിട്ടും കളിക്കാൻ വേണ്ടി പോകാം, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പം അവൻ പോയി കളിച്ച കാര്യം, അവിടെ വീണ് ഇവിടെ വീണ് കുറേ പെയിൻ്റൊക്കെ പോയ കാര്യങ്ങളെല്ലാം പറയും. അപ്പം അത് പറയുമ്പോൾ തുടങ്ങും അടുത്ത ആൾ. അങ്ങനെ ഒരു കുഴപ്പമില്ല, 2 വർഷം എങ്ങനെ പോയെന്നുള്ള അറിയില്ല. അത്രയും നല്ല രീതിയിൽ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്കോർ എത്തിച്ചു മുരുകൻ. എന്തായാലും അവന് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സാണ് മെക്കാനിക്കൽ. ഞാനും ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാനീ പറയുന്ന കേട്ടിട്ടായിരിക്കും അവൻ ചിലപ്പോൾ ആ ലൈനിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റൊക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വന്നേനെ. കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കാൻ നല്ല രീതിയിൽ എത്താനും അവനും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ആണെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്ത് പിള്ളേരെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണെങ്കിലും അധികം സ്ട്രെസ്സ് കൊടുക്കാതെ കയറ്റിക്കൊണ്ടുവരുന്നത്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, PC തോമസ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ആ സ്ട്രക്ചറിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ട് പിള്ളേരെ ഇൻട്രാക്ട് ചെയ്യിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് വളരെയധികം മാറി. പിന്നെ അന്നത്തെ കോഴ്സ് മെറ്റീരിയലുകൾ ഇന്ന് വിഷ്വലായിട്ട് കാണാൻ പറ്റും, ആ വ്യത്യാസമുണ്ട്. പക്ഷേ എനിവേ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം നിങ്ങൾ. അതൊരു വളരെ ഒരു നല്ലതാണ്. ഇപ്പം ആരോടാണെങ്കിലും ഞങ്ങൾ പറയുമ്പോൾ ഓക്കെ ഇത് നോക്കണം. ഇപ്പോൾ അടുത്ത കാൻഡിഡേറ്റ് വരുന്നുണ്ട്, 10th അവിടെ ഇപ്പോഴും കോഴ്സ് എടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പം ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ്റെ ലൈനിൽ തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹം അവൾക്കുണ്ട്. അപ്പോൾ ചേട്ടനെ നോക്കി പഠിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞ്.
അപ്പോൾ അച്ഛൻ പറഞ്ഞത് വെച്ചിട്ട് പഠിത്തവും അതുപോലെ തന്നെ ഇപ്പോൾ കളിക്കാൻ പോലും എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ഒരിക്കലും അതൊരു സ്ട്രെസ്സായിട്ട് അവന് ഫീൽ ചെയ്തിരുന്നത്. അവൻ ശരിക്കും നല്ലപോലെ സ്പോർട്സ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് അവൻ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് കാര്യം നേടി. അതുപോലെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് ശരിക്കും അവൻ ചില സമയത്ത് അവൻ ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഇന്നതാണ് ക്വസ്റ്റ്യൻസ്. അത് എന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ച് അവർ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഫോണിൽ. അതൊക്കെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് എന്താ പറയാനുള്ളത്? ചേട്ടൻ്റെ ഈ ഒരു വിജയത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല വിജയമായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇത്രയും നല്ല റാങ്ക് കിട്ടിയപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് വരികയല്ലേ ഇനി? അപ്പോൾ അടുത്തൊരു ഫ്യൂച്ചർ എഞ്ചിനീയർ ആണോ ഡോക്ടർ ആവാനാണോ? എന്താ ഡോക്ടർ ആവാനാണ് താല്പര്യം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ, ഇവിടേക്ക് എത്തി നല്ലൊരു മെഡിക്കൽ കോളേജിൽ കിട്ടട്ടെ. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, എല്ലാം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര സന്തോഷം, നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഫ്യൂച്ചറിൽ നല്ല നല്ല ഇഷ്ടം പോലെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്ത് നല്ല മിടുക്കനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.